welcome to the online classes of Brilliance Academy. ഇന്ന് നമ്മൾ ESP ഓഫീസ് യൂസിലെ റൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് നമ്മളെ TMA പോർഷനിൽ വരുന്നതാണ്. പക്ഷെ നമുക്ക് പുതിയ ബൈഫിക്കേഷൻ വഴി എങ്ങനെയാണ് മോഡൽ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു റൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷനിൽ വരാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റെസ്യൂമിയും CVയും തമ്മിലുള്ള കരിക്കുലം മീറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അതാണ് മുകളിൽ ഫസ്റ്റ് ലൈൻസിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞാൽ നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, CV എന്ന് പറയുന്നത് കോഴ്സ് ഓഫ് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഷോർട്ട് ആൻഡ് ക്രിസ്പ് സമ്മറി ഓഫ് യുവർ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് എന്തിൽ കാണുന്നത്, CV കാണുന്നത്. അതായത് എല്ലാം ഷോർട്ടായി പ്രിസൈസ് ആയിട്ട് ആണ് എന്തിൽ കൊടുത്തിട്ടുണ്ടാവുക, CV കൊടുത്തിട്ടുണ്ടാവുക. നേരെ മറിച്ച് റെസ്യൂം എന്താണ്, കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റ്, അതായത് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത്, നമ്മുടെ ഹോൾ തിങ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റെസ്യൂമേ എന്ന് പറയുന്നത്. ഇപ്പോൾ CV എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇൻ സ്റ്റൈലും റെസ്യൂമേ എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻ സ്റ്റൈലും ആണെന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഒരു ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് CV ഈസ് നൗ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം CV എന്നുള്ളത് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CVൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊരു ബോക്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ആ ബോക്സ് ഒന്ന് നിങ്ങൾ നോക്കി പോയാൽ മതി. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കി പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെയാണ്, അത് ഫർദറായിട്ട് നമ്മൾ താഴേക്ക് പറയുന്നുണ്ട്. അതിലാണ് നമുക്ക് നോക്കാം. ആദ്യം പറയുകയാണ് എഫക്റ്റീവ് റെസ്യൂമേ. എങ്ങനെയാണോ റെസ്യൂമേ എഫക്റ്റീവ് ആണ്, അത് നമ്മൾ വെറുതെ റെസ്യൂമേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആ റെസ്യൂമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് അതിന് എന്ത് പറയുന്നുള്ളൂ, എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റെസ്യൂമേ എഫക്റ്റീവ് ആവുകയാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അതെങ്ങനെയായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഈസി ടു റീഡ് ആയിരിക്കണം, ഫ്രീ ഓഫ് എറേഴ്സ് ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, റെസ്യൂമേ എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയുള്ളൂ. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇവിടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എന്താണ് ആ ഫോർമാറ്റിൽ വരുന്നത്. ഫസ്റ്റ് ആണ് എന്ത് പറയുന്നത്, ഹെഡിങ് വരുന്നു. ഹെഡിങ്ങിൽ നമ്മൾ നെയിം, അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, അതായത് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ അധികം ഇത് സെൻറ്റർ ഓഫ് ദ പേജാണ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളതെങ്ങനെ ഫോൺ സൈസും ബോൾഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഇതിൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കമ്പനീസും നമ്മുടെ റിലീജിയൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തിൽ ചോദിക്കുന്നില്ല, CVയിൽ ആവശ്യപ്പെടുന്നില്ല. അത് മാൻഡേറ്ററി അല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ മാത്രം ഓപ്ഷണലാണ്, അത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് കൊടുക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് സപ്പോസ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് നിങ്ങളെ സെലക്ട് ചെയ്യണം, ആ ഒരു ഭാഗം, നിങ്ങൾ എന്തിന് നിങ്ങളെ ഹയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഭാഗം കാണിക്കുന്ന ഒരു ഇതാണ് നമ്മൾ റെസ്യൂമിൽ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. വാട്ട് ഡു വി നീഡ്, അല്ലെങ്കിൽ വാട്ട് ആർ വി ട്രൈങ് ടു അച്ചീവ് ത്രൂ ദിസ് പെർട്ടിക്കുലർ ജോബ് എന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ കാണിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് ഒബ്ജക്റ്റീവിലൂടെ കാണിക്കുന്നത്. പിന്നെ അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് പാസ്സായതും നമ്മൾ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നോക്കണം, ഈ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നമ്മുടെ അതായത് ചില ആളുകളുടെ എഡ്യൂക്കേഷനേക്കാളും കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടാവും അവരുടെ എക്സ്പീരിയൻസിനായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആദ്യം ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ. എക്സ്പീരിയൻസ് ആണോ എഡ്യൂക്കേഷൻ ആണോ കൊടുക്കേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കണം നമ്മൾ ആക്ടിവിറ്റീസ് ഓണേഴ്സ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കണം. പിന്നെ നമുക്ക് അഡീഷണൽ സ്കിൽസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് നമ്മൾ സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ മെൻഷൻ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ആണെങ്കിൽ അവർ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുള്ളവരായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഈ ഉള്ള അഡീഷണൽ ഈ ഒരു സ്കിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മളതിൽ കാണിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ്. അതിൽ നമ്മൾ ഫുൾ ടൈം, പാർട്ട് ടൈം, ടെമ്പററി എല്ലാം കാണിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ജോബാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ, അതായത് റീസെൻറ്റ് ഇപ്പം ചെയ്ത ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഇത് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ആണെങ്കിൽ നമ്മൾ റെഫറൻസ് വെക്കും. അപ്പോൾ റെഫറൻസ് വെക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് പറയണം, ഞാൻ നിങ്ങളെങ്ങനെ റെഫറൻസ് ആക്കി വെക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയുന്നൊരു കാര്യമാണ്, നമ്മളെ കുറച്ച് ഇഷ്ടമുള്ള, നമ്മളോട് കുറച്ച് താല്പര്യമുള്ള ആളെ വേണം നമ്മൾ എന്ത് ചെയ്യുക, റെഫറൻസ് ആക്കി വെക്കാൻ. എന്നാലേ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ലേ. അപ്പോൾ റെഫറൻസ് വെക്കുന്ന സമയത്ത് ആളോട് പെർമിഷൻ ചോദിക്കണം, അവർ അറിയിക്കണം. പിന്നെ ആ ആളുടെ പേര്, പൊസിഷൻ എന്തെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ റെഫറൻസിൽ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ
അടുത്തതാണ് നമ്മൾ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ റെസ്യൂമേ ആണോ CV ആണോ whatever we are sending അതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ടതാണ് ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട സാധനമാണ് ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ. അതിൻ്റെ ഫോർമാറ്റാണ് നമുക്കൊരു എക്സാമ്പിൾ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ആര് ഫ്രം എന്നുള്ളത് കൊടുക്കും, പിന്നെ ഡേറ്റ്, പിന്നെ ടു ആർക്കാണ് നമ്മൾ അയക്കുന്നത് എന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ജോലിയെക്കുറിച്ച് നമ്മൾ എവിടെ നിന്ന് അറിഞ്ഞു. ഒരു പെർട്ടിക്കുലർ ജോലിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ജോലിയെക്കുറിച്ച് നമ്മൾ എങ്ങനെ അറിഞ്ഞു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് പരസ്യത്തിൽ നിന്ന് അറിഞ്ഞു. പിന്നെ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കേണ്ടത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫോർമാറ്റ് സെയിം ആണ്, പക്ഷെ കൊടുക്കുന്ന സാധനങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ റെഫറൻസിൽ നമ്മൾ ആ ജോലിയെക്കുറിച്ച് എവിടെ നിന്ന് അറിഞ്ഞു എന്നുള്ളതും, സബ്ജക്റ്റ് ലൈനിൽ നമ്മൾ ആ ജോലി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്, ഏത് പോസ്റ്റിലേക്കുള്ളത് കൊടുക്കേണ്ടത്. പിന്നെ സാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ സാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബോഡി പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരെന്നുള്ള ചെറിയായിട്ട് നമ്മൾ സാധാരണ പാരഗ്രാഫ് ലെറ്റർ ബോഡി പാരഗ്രാഫ് എഴുതുന്ന പോലെ കൊടുക്കുക. പിന്നെ സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല, നമ്മൾ സെക്കൻഡ് പാരഗ്രാഫായിട്ട് അങ്ങനെ പാരഗ്രാഫായിട്ട് മാറ്റണം. സെക്കൻഡ് പാരഗ്രാഫ് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വളരെ പ്രിസൈസ് ആയിട്ട് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുക്കരുത്, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് മറിച്ച് നോക്കണമെങ്കിൽ നമ്മുടെ റെസ്യൂമിൻ്റെ താഴെ വരും. അപ്പോൾ ആ പ്രിസൈസ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ കൊടുക്കുക. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്യൂം അയക്കുന്നത് മാത്രമല്ല കാര്യം, നമ്മൾ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആ ഒരു സോൾ പർപ്പസ് ആണ് ഉള്ളത് ഇതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളത് വിളിക്കാൻ വേണ്ടിയിട്ട് അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ പോലെ നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ പോയിൻറ്റ്സ് ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെയിൽസ് ലെറ്റർ എന്നും കൂടി അറിയുന്നുണ്ട്. അതായത് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ഇതാക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് സെയിൽസ് ലെറ്റർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ ലെറ്റർ വായിക്കുക എന്നുള്ളതും അതുവഴി നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്നുള്ളതുമാണ് ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ്റെ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ലെറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, വായിക്കുന്ന ആളുടെ ശ്രദ്ധ നമുക്ക് അനുകൂലമായിട്ട് പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കണം. പിന്നെ അവരെ കൺവിൻസ് ചെയ്യിക്കണം, നമ്മൾ ആ വായിക്കുന്ന ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം ഈ പോസ്റ്റിന് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആണെന്നുള്ളത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ലെറ്റർ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നാണ്. നമ്മൾ ആ ബോക്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ജോബ് ടൈറ്റിലിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ജോലിയെക്കുറിച്ച് അറിഞ്ഞതൊന്നും, നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ബോഡി പാരഗ്രാഫിൽ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് CVയും ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ CVയും റെസ്യൂമിയും തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. താങ്ക് യു.